SFIO എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്മേൽ തുടർ നടപടികൾ മുന്നോട്ട് പോകരുത് എന്നിതാ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. എന്താണ് സാർ, അങ്ങിതിനെ എങ്ങനെ കാണുന്നു? ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവവികാസമാണ്. ഞെട്ടിക്കുന്ന പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരനൊക്കെ പറയുന്ന പോലെ ഉള്ള ഞെട്ടലല്ല, യഥാർത്ഥത്തിലുള്ള ഞെട്ടൽ. കാരണം നമ്മളൊക്കെ ഈ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും കോടതികളെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഞാനിപ്പം വക്കീലാണ്, LLB പാസ്സായതാണ്. ഞങ്ങൾ LLB പഠിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ലാറ്റിൻ വാക്കുണ്ട്, അതിൻ്റെ പേര് സെൻറ്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന്. സെൻറ്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ആ സെൻറ്റിനൽ ഇൻ ദ ക്യൂ വൈവ് ആണ് കോടതികൾ എന്നാണ് ഞങ്ങളെ അധ്യാപകർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ജാഗ്രതയോടുകൂടിയുള്ള രക്ഷിതാവ് ആണ് കോടതി, ഗാർഡിയൻ. അപ്പം ആ കോടതി എന്ന് പറഞ്ഞാൽ എന്താ? ആ കോടതി എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സിക്യൂട്ടീവും ഗവൺമെൻറ്റും ഒക്കെ പീഡിപ്പിച്ചാൽ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് എത്താവുന്ന ഒരു അവസാനത്തെ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ പറയില്ല, അവസാനത്തെ ആലയമാണ് കോടതികൾ, ആശ്രയമാണ് കോടതി ആണല്ലോ, കോടതികൾ ആണല്ലോ. ഒന്ന്. രണ്ട്, ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്, എല്ലാവർക്കും നിയമം തുല്യം, നിയമത്തിൻ്റെ മുകളിൽ ആരുമില്ല. തോമസ് ഫുള്ളർ 1733 പറഞ്ഞു, യു നെവർ ബി സോ ഹൈ, ലോ ഈസ് അബവ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വലിയവനായാലും നിങ്ങളുടെ മുകളിലാണ് നിയമം. അതെ, നിയമത്തിന് മുകളിലല്ല അല്ലാരും. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അംബാനിയും നരേന്ദ്രമോദിയും നിങ്ങൾക്കും എനിക്കും എല്ലാം ഉള്ളത് ഒരേ നിയമം, പണ്ഡിതനും പാമരനും ഒരേ നിയമം. അംബാനി എന്ന് പറഞ്ഞവനും റോഡിൽ പിച്ച തന്നെ കിടക്കുന്ന ഒരു ഭിക്ഷാടകനും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. പക്ഷേ അത് ഫലത്തിൽ അങ്ങനെ അല്ല എന്നുള്ള അറിയാം. എന്തായാലും ഇതാണ് സ്ഥിതി. എന്നാൽ ഈ വിധി കാണിക്കുന്നത് എന്താ? ഈ ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി കാണിക്കുന്നത് പിണറായി വിജയൻ്റെ മകൾക്കും പിണറായി വിജയനും ഒരു നിയമം, എനിക്ക് വേറൊരു നിയമം. ഇതാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ പുറത്തു വരുന്നത്. അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്? ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? കോടതി ഹർജി വന്നു, അവര് നമ്മൾ അതിൻ്റെ ഒരു നാൾ വഴി നമ്മളൊന്ന് നോക്കിയേ. അതിൻ്റെ നാൾ വഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023 ജൂണിൽ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ വരുന്നു. ആ ഓർഡറിൽ ഇവരെ കുറിച്ചിട്ട്, വീണ വിജയനെ കുറിച്ച് 1,72,00,000 രൂപയുടെ പരാമർശങ്ങൾ വരുന്നു. 2024 ജനുവരിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു. അത് വളരെ കടുത്തൊരു സ്ഥാപനമാണ്, നമുക്കറിയാതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ അന്വേഷണം ആരംഭിച്ച സമയം മുതൽ തന്നെ ഈ CMRലും ഈ വീണ വിജയനും ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ പണി ആരംഭിച്ചതാണ്. ഇന്നിപ്പം ഈ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിച്ചിരിക്കുന്ന CMRൽ ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി 2024 ജനുവരി മുതൽ പണി തുടങ്ങിയതാണ്. മനസ്സിലായല്ലോ? എന്നിട്ട് കേരള ഹൈക്കോടതി പോയി ചവിട്ടോട്ടെ കളഞ്ഞു, കർണാടക ഹൈക്കോടതിയിൽ പോയി ചവിട്ടോട്ടയിൽ കളഞ്ഞു, ഡൽഹി ഹൈക്കോടതിയിൽ ചെന്നു, അവരും പറഞ്ഞു തൽക്കാലം നടപടി തുടരട്ടെ എന്ന് പറഞ്ഞു. ആണല്ലോ. അതിൻ്റെ ഇടയിൽ പലതവണ കേരള ഹൈക്കോടതിയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും അവരും എല്ലാം ചെന്നു, എല്ലാം തള്ളി ഡൽഹി ഹൈക്കോടതിയും ഈ പറഞ്ഞതുപോലെ നടപടികൾ തുടരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കമ്പനി വകുപ്പിൽ SFIOയ്ക്ക് വിചാരണയ്ക്കുള്ള അനുവാദം കൊടുത്തു. ആണല്ലോ. വിചാരണയ്ക്കുള്ള അനുവാദം കൊടുത്തപ്പോഴത്തേക്ക് SFIO എന്ത് ചെയ്തു? വീണ വിജയൻ ഉൾപ്പെടെ 13 പ്രതികളെ, വീണ വിജയൻ 9ാം പ്രതി, 13 പ്രതികളെ ചേർത്തുകൊണ്ട് SFIO 166 പേജുള്ള ഒരു കുറ്റപത്രം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി, ഈ എക്കണോമിക് ഒഫൻസ് കോടതിയിൽ സമർപ്പിച്ചു. അപ്പോൾ നമ്മളിതിനകത്ത് പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം എന്താ? ഈ കേസിനെ നയിക്കുന്ന നിയമം എന്താ? ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. ഈ കേസിനെ നയിക്കുന്നത് BNSS ആണോ, ക്രിമിനൽ നടപടി ചട്ടമാണോ, അതോ കമ്പനി നിയമമാണോ? കമ്പനി നിയമമാണ്. ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് കമ്പനി നിയമത്തിൻ്റെ 129, 134, 447 എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പുകൾ പ്രകാരം ചുമത്തിയ കുറ്റപത്രമാണ് കോടതിക്ക് കൊടുത്തത്. കോടതി അത് പരിശോധിച്ചിട്ട് ആ കുറ്റം നിലനിൽക്കും, അതുകൊണ്ട് വിചാരണ ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികൾക്ക് സമൻസ് അയക്കാൻ തീരുമാനിച്ചിരുന്ന ഘട്ടം. ആ സമയത്ത് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഔദ്യോഗികമായി ഈ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് കുറ്റപത്രം പകർപ്പ് വാങ്ങിച്ചു. അപ്പോൾ സ്വാഭാവികമായും വീണ വിജയൻ ഉൾപ്പെടെയുള്ള ഇതിനകത്തെ പ്രതികൾ ചോദ്യം ചെയ്യൽ, അറസ്റ്റ്, ഇതിനൊക്കെ തയ്യാറാവേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സ്വാഭാവികമായി ഈ സംഭവം എത്തിച്ചേർന്നു. അതായത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആണെന്ന് ആർക്കും പറയാൻ കഴിയില്ല, സ്വാഭാവികമായിട്ട് എത്തിച്ചേർന്നു.
കോടതി നടപടികളുടെ ഭാഗമായി എത്തിച്ചേർന്നു. പ്രൊസീഡിങ്സ് എത്തിച്ചേർന്നു. അങ്ങനെ വരുമ്പോൾ പുടുന്നനെ CMRL എന്നും പറഞ്ഞ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതി കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജിയായിട്ട് വരുന്നു. ആ ഹർജി തന്നെ ഏറ്റവും അങ്ങേയറ്റം അസംബന്ധമാണ് ആ ഹർജി. അതിൻ്റെ കാരണം എന്താ? ഇത് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഞങ്ങളുടെ വാദം കൂടെ കേൾക്കണം എന്നാണ് വാദം. അത് ഫസ്റ്റ് ഇതിൽ തന്നെ കോടതി എടുത്ത് ആ ജഡ്ജിയുടെ സൈഡിലുള്ള ചവിറ്റുകൊട്ടലേക്ക് വലിച്ചെറിയേണ്ടതാണ്. കാരണം ഈ കേസിൻ്റെ അടിസ്ഥാനം കമ്പനി നിയമമാണ്, BNSS അല്ല. ഒന്ന്. രണ്ട്, ഈ വാദം CMRL ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടില്ല. ഡൽഹി ഹൈക്കോടതിയിൽ അവർ പറഞ്ഞെന്താണ്? ഈ കേസിൻ്റെ വിധി വരുന്നത് വരെ നടപടികൾ തടയണം. അതാണ്. അപ്പം അവിടെ അത് പറയുക, അവിടെ അത് നടക്കാതെ വരുമ്പോൾ വേറൊരു വാദവുമായി ഇവിടുത്തെ ഹൈക്കോടതിയിൽ ചെല്ലുക. അത് ചെല്ലാൻ CMRLന് അത് ചെല്ലണം. കാരണം CMRLൻ്റെ പ്രതികളൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. അതുകൊണ്ട് അവർ കള്ളത്തരം ഇരട്ടത്താപ്പും കാണിക്കും. പക്ഷേ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരും ഈ CMRL കാണിക്കുന്ന ഈ വൃത്തികേടിനകത്ത് വീഴാൻ പാടുണ്ടോ? ഈ കേസിനെ നയിക്കുന്നത് BNSS അല്ല, കമ്പനി നിയമമാണെന്നുള്ള മിനിമം ബോധ്യം കേരള ഹൈക്കോടതിക്ക് എങ്ങനെ ഇല്ലാതെ പോകുന്നു? എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമ്പനി മന്ത്രാലയത്തിൻ്റെ പ്രതിനിധി ഇത് കോടതിന് മുമ്പിൽ പറഞ്ഞു, ഇത് BNSS പ്രകാരമല്ല, ക്രിമിനൽ നടപടി ചട്ടം പ്രകാരമല്ല. അതുകൊണ്ട് ഇതിനകത്ത് പ്രതികളുടെ വാദം കേൾക്കണമെന്നുള്ള വകുപ്പ് ഇതിനകത്തില്ല, ഇത് കമ്പനി നിയമപ്രകാരമാണ് എന്ന് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അംഗീകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ, ഞാൻ ഒരു ജഡ്ജിയെ പറയുന്നില്ല, ജഡ്ജിയുടെ മോട്ടീവിനെ കുറിച്ചും പറയുന്നില്ല, പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിധിന്യായത്തിലൂടെ പ്രതികളായിട്ടുള്ള വീണ വിജയനെയും പിണറായി വിജയനെയും സംരക്ഷിച്ചു എന്നുള്ള സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? കാരണം ഈ വിധി പ്രകാരം തുടർ നടപടികൾ തടഞ്ഞില്ലായിരുന്നെങ്കിൽ വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഒരുപക്ഷെ അറസ്റ്റിനൊക്കെ വിധേയമാണ്ടി വന്നേനെ, ഒരുപക്ഷെ പിണറായി വിജയനെ പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നേനെ. അപ്പോൾ ഈ വിധിയിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ വിധിയിലൂടെ സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അഴിമതി ആരോപണത്തിന് വിധേയനായി നിൽക്കുന്ന മകളും അച്ഛനും സാധാരണ സ്വാഭാവികമായിട്ടുള്ള നിയമ നടപടികളിലൂടെ അവർ നേരിടേണ്ടി വരുമായിരുന്ന ചോദ്യം ചെയ്യലും അറസ്റ്റും എല്ലാം കേരള ഹൈക്കോടതിയിലെ ഈ ജഡ്ജ്മെൻ്റ് കൊണ്ട് തടയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരള ഹൈക്കോടതി ആരെയാണ് സഹായിക്കുന്നത്? കേരള ഹൈക്കോടതി സഹായിക്കുന്നത് സാധാരണ പൗരന്മാരെയാണോ? കേരള ഹൈക്കോടതി സംരക്ഷിക്കുന്നത് സാധാരണ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെയാണോ? അതോ പണവുമുള്ള അധികാരമുള്ളവനെയാണോ കേരള ഹൈക്കോടതി സഹായിക്കുന്നത് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ് ഇന്ന് ഇതിനകത്ത് വന്നത്. ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കോടതി അടച്ചിരിക്കുകയാണ്. കോടതിക്ക് മെയ് 19 കോടതി ആരംഭിക്കുകയുള്ളൂ. സ്വാഭാവികമായും അവധിക്കാല ബെഞ്ചിന് മുമ്പിൽ ഏറ്റവും നിർണായക പ്രാധാന്യമുള്ള കേസുകളാണ് അവർ പരിഗണിക്കുന്നത്. അവിടെ ഈ അച്ഛൻ്റെ മകളുടെ ഈ അഴിമതി കേസിന് എന്ത് പ്രാധാന്യമാണുള്ളത്? ഒരു പ്രാധാന്യമില്ല, ചവറ്റുകൊട്ട കിടക്കേണ്ട പ്രാധാന്യമുള്ളൂ. സാധാരണ ബോധമുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയാണെങ്കിൽ ഇത് കാണുമ്പോൾ എടുത്തിട്ട് ദൂരെ കളയണം. കാരണം കേരള ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു അധികാരാവകാശം ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, തുറന്ന വഴിയിൽ തുറന്നിട്ടുണ്ട്. കാരണം ഡൽഹി ഹൈക്കോടതിയോട് CMRL ആവശ്യപ്പെട്ടതാണ്, അവിടെ വാദം കേൾക്കുന്ന കേസിൻ്റെ വിധി വന്നതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ തുടരാവൂ എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, തുടർ നടപടി ഇപ്പോൾ തുറന്നോട്ടെ എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ആ വിധിന്യായം ഉള്ളപ്പോൾ കേരള ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ എന്താണ് അവകാശം? ഇനി കേരള ഹൈക്കോടതിയുടെ മുന്നിൽ ഈ കേസുമായിട്ട് ഞാനാണ് ചെന്നിരുന്നെങ്കിൽ കേരള ഹൈക്കോടതി ചവിട്ടൂടെ കളയില്ലായിരുന്നു. അപ്പോൾ കേരള ഹൈക്കോടതിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ പണമുള്ളവനും പണമില്ലാത്തവനും അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും സ്വാധീനമുള്ളവനും സ്വാധീനമില്ലാത്തവനും പണ്ഡിതനും പാമരനും എന്നൊക്കെയുള്ള വ്യത്യാസം കേരള ഹൈക്കോടതിക്കുണ്ടോ? ഉണ്ട് എന്നതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകളാണ് ഇന്നത്തെ ഇത്. എന്താണ് ഇവിടെ കോടതി പറഞ്ഞത്? ഇനി മെയ് 19 വരെ ഒന്നും സംഭവിക്കില്ല. മെയ് 19 ഒരു SFIOയ്ക്ക് ഹർജിയുമായിട്ട് സമീപിക്കാമല്ലോ. അത് മെയ് 19 പറ്റുള്ളൂ. മെയ് 19 വരെ ഒരു മാസം കിട്ടും. ആ ഒരു മാസത്തിനിടയിൽ എന്താണ് നടക്കാൻ പാടില്ലാത്തത്? എന്തെന്ന് നടക്കാൻ ഇവിടെ? പലാവലിംഗ് കേസ് 18 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ വാദത്തിന് പോലും വന്നിട്ടില്ല. നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചാണ് സുപ്രീം കോടതിയിൽ അത് വാദത്തിന് വരില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രീത്തിങ് സ്പേസ് ഈ ആരോപണ വിധേയർക്ക് ഈ ഹൈക്കോടതി വിധിയിലൂടെ കിട്ടിയിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം പിന്നെ നിർഭാഗ്യകരവും പരിതാപകരവുമാണ്. സാധാരണ മനുഷ്യന് എത്താൻ കഴിയുന്ന സെന്റിനൽ ഇൻ ദ ക്യൂ വൈവായിട്ടുള്ള ഹൈക്കോടതികൾ ഇതുപോലെ അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിമതിക്കെതിരെ പോരാടുന്നതും പിന്നെ എവിടെ പോകുമെന്നാണ് ഈ കോടതികൾ പറയുന്നത്.
ഇതാണ് ഇതിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട. ഇതിനകത്തൊരു ജഡ്ജിയുടെ പേരെടുത്ത് പറയുകയല്ല, പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഈ വിധിന്യായം അഴിമതിക്കാർക്ക് അവസാനത്തെ ആയുധമായി മാറി. ഇത് ചെല്ലുമ്പോൾ തന്നെ ഹൈക്കോടതി പറയണ്ട, ഇതെന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന്, ഇത് അവധിക്കാലം ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. രണ്ട്, ഡൽഹി ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ലേ. അതിന് മുകളിൽ എങ്ങനെയാണ് ഈ കേസ് വരുന്നത്? BNSS പ്രകാരമല്ല, ഇത് കമ്പനി നിയമപ്രകാരമാണ് ഈ കേസ് നടത്തുന്നത്, നിങ്ങൾക്ക് ബോധമില്ലേ എന്ന് ചോദിക്കേണ്ട ഹൈക്കോടതി ഈ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ CMR എന്ന് പറഞ്ഞ അഴിമതിക്കാരൻ പറഞ്ഞ വാദം തൊണ്ടതൊടാതെ വിഴുങ്ങിക്കൊണ്ട് ഹൈക്കോടതി വിധി അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരൻ എവിടെ പോകുന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉയരുന്ന പരമമായിട്ടുള്ള ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.